ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലാണ്. നമ്മുടെ നാടാണ് വയനാട്. അപ്പോൾ നമ്മളവിടെ ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. റിസോർട്ടിൻ്റെ പേരാണ് ലീഡൻ. നല്ലൊരു റിസോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് കാണാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ, നിങ്ങൾ എൻ്റെ കൂടെ പോരെ. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം മഴ പെയ്ത് കാട് മയമാണ് ഉള്ളിലെ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്. നല്ലൊരു റിസോർട്ടാണ്. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഇതിപ്പോൾ നമുക്കിത് കറക്റ്റ് ലൈറ്റൊന്നും കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ നല്ല മഴ പെയ്തിരിക്കുന്ന സമയം. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ ചെറിയൊരു കുറേ കുഞ്ഞ് ഹട്ടുകളുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. നമുക്കിതേ അവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഫുള്ള് മുളകളും ആകാശമൊന്നും കാണത്തില്ല, അങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് വന്നാലും ഈ ഒരു എൻജോയ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് നല്ല മഴ പെയ്തിട്ടുള്ള ഒരു ഭംഗി, വേനൽക്കാലത്ത് വരുമ്പോൾ ആ ഒരു ഭംഗി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നേരെ നോക്കുക, ഇവിടെ നിന്നുണ്ട് ഒരു ചെറിയൊരു ഹട്ടുണ്ട്. അപ്പം ഇവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മുളക്കൂട്ടം കാണുന്നുണ്ട്. അതേപോലെ ഇവിടെ ആ ഒരു വേറൊരു പോർഷനാണ്, ഹട്ടിൻ്റെ വേറൊരു പോർഷനാണ്. പിന്നെ അത് ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്. അത് അപ്പുറത്തോട്ട് നല്ല വ്യൂ ആണ്, അതിന് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണിത്. പിന്നെ ഇവിടെ ഇപ്പുറത്തൊരു കുഞ്ഞി കുളമുണ്ട്. അതേപോലെ ഇപ്പുറത്തും ഒരു കുഞ്ഞി പോണ്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് നമ്മളുടെ മുളങ്കാടുകളാണ്. നല്ല ഭംഗിയാണേ കാണാൻ. ഇതാണ് ഇതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് മഴ പെയ്യുന്ന സമയത്ത്. പിന്നെ ഇവിടെ നമ്മൾ കാടാവുക കാരണം ആനയൊക്കെ വരും. ചിലപ്പം വയലാണെങ്കിൽ ഇവിടെ ആനയൊക്കെ വരുന്ന ഏരിയ ആണേ. അപ്പോൾ അവിടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാടുകൾ കാണുന്നുണ്ട്. അവിടെ ആന കയറി വരും, പക്ഷെ ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ല എന്ന് വിചാരിക്കുന്നു. ആ റൂട്ടൊക്കെ സ്ഥിരം ആനകളുടെ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റിൽ നിൽക്കുവാണ്. ഇതാണ് ആ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം നൈറ്റ് ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്, നല്ല സൂപ്പറാണ്. അപ്പം നമുക്കിനി അപ്പുറത്തെ സൈഡൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. ഇവിടെ ഇപ്പോൾ നൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ശരി, കൂടെ പോരെ. നമ്മൾ ഈ ഒരു വഴി കൂടെ പോവുകയാണ്. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൽ ഫുള്ള് നമുക്ക് കോൺഫറൻസ് ഹാള് പോലെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നല്ല ഭംഗിയാണ്. ഇവിടെ കുറേ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് മണി പ്ലാന്റ് ഒക്കെ ഇവിടെ ചുറ്റി കയറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ചെടിപ്പരാന്നാന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ അങ്ങ് പടർന്ന് കയറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒത്തിരി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതാണ് അതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇവരുടെ ഒരു കുഞ്ഞ് റിസപ്ഷൻ ഏരിയ ആണ്. എനിക്ക് ഈ ചുമരിൽ പടർന്നു കയറിയിരിക്കുന്ന ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ വലിയൊരു ഫൈക്കസ് ട്രീ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിഡ്സിനുള്ള ഏരിയ. നല്ല ഭംഗിയാണ്. അവിടെ നോക്ക്, ഫുള്ള് ഇത് മുളങ്കാടാണ് കേട്ടോ. അത് നമുക്ക് ക്യാമറയിൽ ക്ലിയർ അല്ല, നല്ല ഭംഗിയാണ് കാണാൻ. വളരെ ഭംഗിയുള്ളൊരു റിസോർട്ടാണ്. നിറയെ പ്ലാന്റ്സും എല്ലാം ഉള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു റിസോർട്ട്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്
ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് റിസോർട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.